Good evening, everyone. So, welcome to Entri MBA Exams YouTube channel. So, audible ആണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. Alright, so we are live. So, നമ്മൾ കുറേ ദിവസമായി ഞാൻ ഈ ഒരു കാറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പേഴ്സണലി എനിക്ക് ടൈം കിട്ടില്ല ഒന്നാമത്. സോ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ഐ ജസ്റ്റ് വെന്റ് ത്രൂ ദ പ്രോസസ് ആക്ച്വലി ദിസ് ഇയറിലെ കാറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട്. സോ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. മീൻവൈൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. യു കൻ ആസ്ക് എനി ക്വസ്റ്റൻസ് ഇഫ് യു ഹാവ് any doubts regarding this. അതുണ്ടെങ്കിലും we'll try to cover it up. Okay. But you can post the questions in the chat box. I'll try to answer those queries. തുടങ്ങിയാലോ? Alright. So before we move on to the form filling part and all, let me just introduce you about one thing. നമ്മുടെ ഓക്കെ AI പ്രോഗ്രസ് ട്രാക്കറിന്റെ. അപ്പോൾ എൻട്രി ആപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു ഫീച്ചറാണ് എൻട്രിയുടെ AI പ്രോഗ്രസ് ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻട്രി ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു കോഴ്സാണ് എടുക്കുന്നതെങ്കിലും ആ കോഴ്സിൽ നിങ്ങൾക്ക് പലതരം ടെസ്റ്റുകളും ക്വിസും എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ ആ ക്വിസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു AI പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ വീക്കർ സെക്ഷൻ ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ്ങർ സെക്ഷൻ ഏതാണ്, എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്യാം. അതുപോലെ തന്നെ എൻട്രിയിലെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട്, അതായത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏത് സെക്ടറിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, അവിടെ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, മുതലായ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്, വെരി ഗുഡ് ഫീച്ചർ ദാറ്റ് വി ഹവ് പ്രൊവൈഡഡ് അലോങ് വിത്ത് ദ എൻട്രി ആപ്പ്. സോ പ്ലീസ് ജോയിൻ അവർ കോഴ്സ് ആൻഡ് പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ് ഫുൾ AI സപ്പോർട്ട്. നൗ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, AI ആണ് പുതിയ എന്താ പറയുക ഒരു ഹൈപ്പ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി ആപ്പ് കാലത്തിനൊപ്പം മുന്നേറുവാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രോഗ്രസ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്യണം, ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസ്, ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്കർ ഏരിയാസ് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് റൈറ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റിന് കൊടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ സെഷൻ പോകുന്നേക്കാൻ മുമ്പായിട്ട് കുറച്ച് പ്രീ റിക്വസ്റ്റുകളുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, മുന്നോടിയായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നേക്കാൾ മുമ്പായിട്ട് നമ്മൾ കരുതി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എനി കാസ്റ്റ് റിലേറ്റഡ് റിസർവേഷൻ, അതായത് SC ST EWS അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള റിസർവേഷൻസിനെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സുകൾ കരുതി വെക്കുക. കാരണം നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ ആവശ്യമാണ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ്സ് ഇല്ല എങ്കിൽ കാറ്റിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കിട്ടും. ആ ഫോർമാറ്റ് ആ ഒരു എന്താ പറയാ PDF ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിന്റെ കൺസേൺഡ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയതിനു ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് 1 second. Alright. So that is one thing, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ. ഓക്കെ, നെക്സ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻ ഡേറ്റ്സ് ആണ്. ഇപ്പൊ നമുക്കറിയാലോ കോവിഡിന്റെ വാക്സിനേഷനും മുതലായ കാര്യങ്ങളൊക്കെ പല ഗവൺമെന്റ് വെബ്സൈറ്റ്സിലും ചോദിക്കാറുണ്ട്. സോ അത് ഇവിടെയും ചോദിക്കുന്നുണ്ട്. അത്രയും അത് കൺസിഡർ ചെയ്താൽ മതി. സോ ആ ഒരു വാക്സിനേഷൻ ഡേറ്റുകൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എൻറ്റർ ചെയ്യാം. ദാറ്റ്സ് നോട്ട് എന്താ പറയാ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് അഡ്രസ് വിത്ത് കംപ്ലീറ്റ് അഡ്രസ് വിത്ത് പിൻകോഡ്. അപ്പൊ ഇവിടെ പലർക്കും ഒരു ഡൗട്ട് കാണാം, അതായത് ഏത് അഡ്രസ് ആണ് എഴുതേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കറന്റ്ലി സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ ആൻഡ് യുവർ പെർമനന്റ് അഡ്രസ് ഇസ് ഇൻ കേരള, ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു കീപ് യുവർ കംപ്ലീറ്റ് അഡ്രസ്, ദാറ്റ് ഇസ് കേരളത്തിലെ പെർമനന്റ് അഡ്രസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനും ക്യാറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനും ആ ഒരു അഡ്രസ്സിലായിരിക്കും കറസ്പോണ്ടൻസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്, ഇഫ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ഇൻ ദ നെക്സ്റ്റ് 1.5 years, മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണ്ട. ഇനി അഥവാ
നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിന്റെ അതൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗിവ് യുവർ പെർമനന്റ് അഡ്രസ്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി വേണ്ടത് നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ആണ്. അപ്പോൾ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്സ് വേണം, ഓക്കെ, സോഫ്റ്റ് കോപ്പി വേണം, അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ സോഫ്റ്റ് കോപ്പിയും വേണം. സോ ഫോട്ടോ വേണം നമുക്ക്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 MB സൈസ്. അപ്പോൾ ഇവിടെ പലരും നമ്മൾ മിസ്സാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഫോണിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ബിഗർ സൈസ്. അപ്പൊ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, ലൈക്ക് 1 MB പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് ചെറിയ സൈസ് ആണെങ്കിലും, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 KB അല്ലെങ്കിൽ 10 KB സൈസ് ഒക്കെ ആണെങ്കിലും അത് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ ആ ഒരു സൈസ് ശ്രദ്ധിക്കുക. ആൻഡ് യു ക്യാൻ റെഡ്യൂസ് യുവർ സൈസ്. ഒന്നുകിൽ നമുക്ക് വിൻഡോസിൽ MS പെയിന്റിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ സൈസ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇപ്പോൾ ഫോണിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ആ റീസൈസ് ചെയ്യാം. ആ ഒരു സ്കെയിൽ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കണം. അതായത് സിഗ്നേച്ചറിന്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെയും റൈറ്റ്. നമുക്ക് എന്താ PNG ഫോർമാറ്റിലൊന്നും ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യില്ല ഈ സൈറ്റിൽ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ദെൻ യു ഹാവ് 10th 12th ആൻഡ് ഗ്രാജുവേഷന്റെ മാർക്ക് ലിസ്റ്റുകൾ കൈ കരുതുന്നത് നന്നായിരിക്കും. ഇപ്പൊ മാർക്ക് അറിയാമെങ്കിൽ പ്രശ്നമില്ല. മാർക്കിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എപ്പോഴാണ് നമ്മൾ ആ ഒരു കോഴ്സിന് അഡ്മിറ്റ് ചെയ്തത്. ഇപ്പൊ ഗ്രാജുവേഷന്റെ കേസ് ആണെങ്കിൽ ഇയർ ഓഫ് കമൻസ്മെന്റ് അല്ലെങ്കിൽ മന്ത് ഓഫ് കമൻസ്മെന്റ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തത്, കോഴ്സ് കംപ്ലീഷൻ എപ്പോഴാണ്, വിത്ത് മന്ത് ആൻഡ് ഇയർ, 2 ഡീറ്റെയിൽ നമുക്ക് ആവശ്യമുണ്ട്. 10th-ന്റെയും 12th-ന്റെയും നമുക്ക് എപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ 10th-ന്റെയും 12th-ന്റെയും മാർക്ക് ഷീറ്റും കയ്യിൽ കരുതി വെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. Then post-graduation mark sheet if you completed any post-graduation. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇഫ് യു ആർ ഹാവിംഗ് എ വർക്ക് എക്സ്പീരിയൻസ്, ഓക്കെ, ദെൻ ഫോർ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ് അലോൺ, ഓക്കെ, ആ ഒരു സർട്ടിഫിക്കറ്റിൽ നോക്കിയിട്ട്, അതായത് അഗെയിൻ കമൻസ്മെന്റ് എപ്പോഴാണ് ജോയിൻ ചെയ്തത്, എപ്പോഴാണ് റിലീവ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് അത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്യാച്ചിന്റെ വെബ്സൈറ്റിലേക്ക് പോവാം. ഐ വിൽ ജസ്റ്റ് ഷോ യു ഹൗ ടു അപ്ലൈ ആക്ച്വലി. സോ ലെറ്റ് മി ജസ്റ്റ് ഗോ ദേർ. ഓക്കെ, അപ്പോൾ ക്യാച്ച്, ഐ വിൽ ജസ്റ്റ് പുട്ട് ക്യാറ്റ്. So you can get first result നമുക്ക് കിട്ടും. സോ imcat.ac.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നമുക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഏതൊക്കെ IIMs ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ആൻഡ് ഒരു പുതിയ IIM കൂടി വരുന്നുണ്ട്, IIM ബോംബെ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ പറയാ NIT, ഓക്കെ, നാഷണൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സ്ഥാപനം, ആ ഒരു കോളേജ് എന്ന് പറയുന്ന ക്യാമ്പസ് which is in Mumbai, NIT, it has been converted to IIM Mumbai. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തൊട്ട് ഇറ്റ് വിൽ ബിക്കം IIM. സോ ഇപ്പോൾ ഓൾറെഡി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ദേ ഓഫർ സം PG ഡിപ്ലോമ എന്തോ ആണ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് അത് നെക്സ്റ്റ് ഇയർ തൊട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു an IIM. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, എനിക്കൊന്ന് ഈ വർഷത്തെ കാറ്റിനും ഓപ്ഷൻ ഉണ്ടാവണം, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇനി നെക്സ്റ്റ് ഇയർ തൊട്ടാണോ അതിന്റെ പ്രോസസ്, ഇന്നാണ് ഞാൻ എന്റെ ന്യൂസ് കണ്ടത്. സോ ഐ നീഡ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. ഇഫ് ഐ ഗെറ്റ് മോർ ഡീറ്റെയിൽസ് ഐ വിൽ ഡു ഇറ്റ് ആസ് എ വീഡിയോ. ഓൾറൈറ്റ്, അപ്പോൾ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയാലോ. ഇവിടെ August 2 നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. 13th വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാനുള്ള സമയമാണ്. September 13th വരെ. October 21st അഡ്മിറ്റ് കാർഡ് കിട്ടും. November 26th നമ്മുടെ എക്സാം നടക്കും. ആൻഡ് ഇഫ് യു ഗോ ഡൗൺ ഹിയർ യു ക്യാൻ ആക്ച്വലി സീ ദ അതർ തിങ്സ് ലൈക്ക് ഇപ്പൊ പെർസെന്റൈൽ സ്കോർ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഈ വർഷത്തെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സെലക്ഷൻ പ്രോസസ്, ഓരോ IIMന്റെയും സെലക്ഷൻ പ്രോസസ് ഇവിടെ ഡീറ്റെയിലി കൊടുത്തിട്ടുണ്ട്. സോ ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ പോകാം. കാറ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കറിയാം, 50% ഗ്രാജുവേഷൻ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആൻഡ് അതർ ഇൻഫർമേഷൻസ് ആർ ഗിവൺ ഹിയർ. സ്കോറിംഗ് ആൻഡ് ഇക്വേറ്റിംഗ് പ്രോസസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കാൻ വേണമെങ്കിൽ. ദെൻ രജിസ്ട്രേഷൻ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ഓത്തറൈസേഷൻ ഫോം, അതായത് ഇഫ് യു ആർ സഫറിംഗ് ഫ്രം എനി കൈൻഡ് ഓഫ് ഡിസീസസ് ഓർ സംതിങ്, എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങൾ അലൗ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടി വരും. ദെൻ സ്ക്രൈബിനെ വെക്കണമെങ്കിൽ അതിനുള്ള അഫിഡവിറ്റ്. ദെൻ ഐഡന്റിഫിക്കേഷൻ അഫിഡവിറ്റ്.
ദെൻ അതുപോലെ തന്നെ ഫൈനൽ ഇയറിന്റെ സർട്ടിഫിക്കറ്റ്. അത് ഇപ്പൊ ആവശ്യമില്ല, അത് നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് മാത്രമേ അത് ആവശ്യമുള്ളൂ. ഓക്കെ, ഇഫ് യു ആർ സ്റ്റിൽ അതായത് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻ കേസ് ഇറ്റ് ഇസ് എക്സ്റ്റെൻഡിങ്, കാരണം കോവിഡ് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ അത് ചിലപ്പോൾ ആ ഒരു പ്രോബബിൾ ടൈമിനുള്ളിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആവാത്ത അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ കോളേജിന്റെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാൻ, അതായത് ഇവിടെ പഠിക്കുവാണ് എന്നൊക്കെ വാങ്ങാനുള്ള കേസാണ്. അത് നമ്മൾ അഡ്മിഷന്റെ സമയത്ത് മാത്രം നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്താൽ മതി. അതുപോലെ തന്നെ OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും പ്രൂവ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫോർമാറ്റുകൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഇറ്റ്. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് പോയി കഴിഞ്ഞാൽ യു ഫൈൻഡ് എ ഡോക്യുമെന്റ് ലൈക്ക് ദിസ്. ഇത് പ്രിന്റ് എടുത്തിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ആൻഡ് സിഗ്നേച്ചർ വിത്ത് ദ സീൽ ഓഫ് ദി ഓഫീസർ. ഏത് ഓഫീസറിന്റെ അടുത്താണോ കൊടുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം ആൻഡ് അസറ്റ് ഓഫ് ദി ഫാമിലീസ് ആസ് മെൻഷൻ വുഡ് ബി റിക്വയർഡ് ടു ബി സർട്ടിഫൈഡ് ബൈ ആൻ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് തഹസീൽദാർ ഇൻ ദ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ അത് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും മുതലായ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇനി വെൻ യു ഗോ ഹിയർ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ദ ലിസ്റ്റ് ഓഫ് നോൺ IIM മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ നമുക്ക് IIMന്റെ സ്കോർ, കാറ്റിന്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഏതൊക്കെ കോളേജുകളാണ് ഇതൊക്കെ പേഴ്സണലി നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ പോയിട്ട് ഇഫ് യു വാണ്ട് അപ്ലൈ ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് സെപ്പറേറ്റ്ലി. അത് കാറ്റിന്റെ ഫോമിന്റെ ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ യു കൻ ആക്ച്വലി സി 3-4 ഓപ്ഷൻസ് ഇവിടെ കാണാം. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിന് ലോഗിൻ ചെയ്യാനാണ്. ദെൻ ഇത് നമുക്ക് ആവശ്യമില്ല. കാറ്റ് സ്കോർ കാർഡ് ഡൗൺലോഡ് അഗെയിൻ വൺസ് യു കംപ്ലീറ്റ്. ഇതിപ്പോൾ 2022 കിടക്കുന്നത്. സോ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അത് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനിൽ നമ്മൾ രജിസ്റ്റർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദിസ് പർട്ടിക്കുലർ വിൻഡോ. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യാനുള്ളത് നമുക്ക് കാണാം. ലെറ്റ് മീ ചെക്ക്, ഇറ്റ്സ് ലോഡിംഗ്. ഓക്കെ, അപ്പോൾ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദി വേർഷൻസ്. സോ if you are using the correct version, it will be issue ഒന്നും ഉണ്ടാവില്ല. Then fields marked with asterisk are mandatory. അപ്പോൾ റെഡ് കളർ ആസ്ട്രിക്ട് കൊടുക്കുന്ന എല്ലാം മാൻഡേറ്ററി ഇൻഫർമേഷൻസ് ആണ്. Read the below instruction carefully before filling the form. Candidate has to fill the below mentioned details to receive the user ID and password. അപ്പോൾ നമ്മൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. They will mail us അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, candidate will receive the user ID and password on the registered email address and on the registered mobile number. Overseas candidate will receive both user ID and password on the registered email address. Okay, അതായത് ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ they will receive it on the email address. Candidate can log in with the user ID and password to complete the application form for CAT 2023. Candidate must provide correct name, date of birth, mobile number and email address as these details cannot be changed once the registration is complete. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ ഡീറ്റെയിൽസ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി ചേഞ്ച്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എൻ്റർ ചെയ്യണം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. കൺഫേം ചെയ്യേണ്ടതുണ്ട്. ദെൻ കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കോഡ് ഫിൽ ചെയ്ത് വരും. 91 ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. സോ വൺസ് യു ഗീവ് ദോസ് ഡീറ്റെയിൽ നമുക്ക് ജനറേറ്റ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലും നമുക്ക് OTP വരും. രണ്ടും എൻ്റർ ചെയ്യുക. രണ്ടും വെരിഫൈ ചെയ്തതിനു ശേഷം യു ക്ലിക്ക് agree and enter the captcha and re-verify. So I'll show you a window how it will look like. So വേറൊരു കാര്യം കൂടെ, നമുക്ക് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, വിച്ച് യു ക്യാൻ ആക്ച്വലി കോൾ അപ്പ്. ഈ കാണുന്ന നമ്പറിൽ ടോൾ ഫ്രീ നമ്പർ ആണ്. സോ ആ നമ്പറിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം എന്തെങ്കിലും ഫെർദർ ക്വരീസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അക്കാഡമിക് ക്വരീനെ പറ്റി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എലിജിബിലിറ്റി കാറ്റഗറി, PWD സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച്, ദെൻ പ്ലീസ് കോൺടാക്ട് കാറ്റ് സെന്റർ ഒഫീഷ്യൽ ബൈ ഇമെയിൽ. ഈ ഒരു പർട്ടിക്കുലർ ഇമെയിൽ അഡ്രസ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം, മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദെൻ കമ്മിങ് ടു ദിസ് വെരിഫിക്കേഷൻ. സോ ഇതാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഫൈനലി ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇതെല്ലാം കൊടുത്ത് നമ്മൾ ജനറേറ്റ് OTP കൊടുത്തിട്ട് റീവെരിഫൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ വിൻഡോ ലൈക്ക് ദിസ്. അതായത് ഒന്നും കൂടെ അവർ കൺഫേം ചെയ്യുന്നതാണ്, ഒരു ഡബിൾ ചെക്ക് പ്രോസസ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മൾ എൻ്റർ ചെയ്ത ഫോൺ നമ്പറും ഒക്കെ സെയിം ആണോ എന്ന് അറിയാൻ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ. സോ വൺസ് യു ഡു ദാറ്റ്, then you will get a window like registration successful.
യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഹാവ് ബീൻ സെൻഡ് ടു ദ രജിസ്ട്രേഡ് ഇമെയിൽ അഡ്രസ്. അപ്പൊ നമുക്ക് പാസ്വേഡ് അതുപോലെ തന്നെ യൂസർ ഐ ഡി അത് സിസ്റ്റം ജനറേറ്റഡ് ആണ്, നമ്മളല്ല ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്കും വരും, അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും വരും. എനിക്ക് മെയിൽ അഡ്രസ്സിലേക്ക് വന്നില്ല, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് ആയിട്ടാണ് വന്നത്. പിന്നീട് വന്നു എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. ജസ്റ്റ് ചെക്ക്. യെസ്, വന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ദെയർ. അത് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും മെസ്സേജ് അപ്പൊ തന്നെ കിട്ടി. സോ ആ ഒരു കാര്യം വെച്ചിട്ട് ലൈക്ക് വെൻ യു എൻറ്റർ, ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ദെയർ. ലോഗിൻ ഹിയർ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഓൾറെഡി പ്രീ ഫിൽഡ് ആണ്. സോ ദിസ് ഈസ് മൈ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്. സോ ഐ വിൽ ജസ്റ്റ് എൻറ്റർ ദി ക്യാപ്ച. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് കേസ് ഇൻസെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ലൈവിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, യാ. സോ യുൽ ഗോ ടു ദിസ് പെർട്ടിക്കുലർ വെബ്സൈറ്റ്. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആ പാസ്വേഡും യൂസർ ഐ ഡിയും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ യുൽ ഗോ ടു ദിസ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കാണാം. ഓക്കെ, സോ ഇത് ഞാൻ കുറച്ച് പ്രീ ഫിൽ ചെയ്ത ഇൻഫർമേഷൻ ആണ്. ബേസിക്കലി ഐ വിൽ ജസ്റ്റ് ഷോ യു എങ്ങനെയാണിത് നമ്മൾ ആദ്യം ഫിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഗോ ടു ആപ്ലിക്കേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഗോ ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ലോഡ്, സൈറ്റ് ഇസ് ലോഡിങ്. സോ ഐ ഹവ് നോട്ട് കംപ്ലീറ്റഡ് ദി പ്രോസസ് ഫില്ലിംഗ്. ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ഓരോ ടാബ് നോക്കാം. സോ ഇവിടെ നമുക്ക് മൊത്തത്തിൽ 6 ടാബ് ഉണ്ട്. ഓക്കെ, 6 ടാബിൽ കാൻഡിഡേറ്റിന്റെ പേര്, ഓക്കെ, അത് ഓൾറെഡി പ്രീ ഫിൽഡ് ആണ്, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ യൂസ് ചെയ്തത്. ഇനി യു ക്യാൻ റൈറ്റ് ദി ഫസ്റ്റ് നെയിം. ഇപ്പോൾ എൻ്റെ കേസിൽ ദീപക്, ലാസ്റ്റ് നെയിം ജോസ്. സോ ഇഫ് യു ഹാവ് എനി മിഡിൽ നെയിം ലൈക്ക് ദീപക്, എസ് ജോസ് എന്ന് വല്ലതും ഉണ്ടെങ്കിൽ ആ എസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പൊ നിങ്ങൾ പേര് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, 10th സ്റ്റാൻഡേർഡ് മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, അതേ രീതിയിലാണ് ഫിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് ഡീറ്റെയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെയും ഡിഫറെന്റ് ആണെങ്കിൽ വാട്ട് യു ടു ഡു ഇസ് ഫോളോ ദ റൂൾ ദാറ്റ് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണോ കിടക്കുന്നത്, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, അതേ ഫോർമാറ്റിൽ വേണം ഇതിനകത്ത് ഫിൽ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ മിഡിൽ നെയിം എൻ്റർ ചെയ്യുക. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ബട്ട് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഫിൽ അക്കോർഡിംഗ് ടു ദ 10th സ്റ്റാൻഡേർഡ് മാർക്ക് ലിസ്റ്റ്. ദെൻ യു ഹവ് ടു റൈറ്റ് യുവർ ഗാർഡിയൻസ്, ദാറ്റ് ഇസ് ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സ്പൗസിന്റെ നെയിം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് അഗെയിൻ പ്രീ ഫിൽഡ് ആണ്. ജെൻഡർ എൻ്റർ ചെയ്യാം, നാഷണാലിറ്റി ഇന്ത്യൻ, കാറ്റഗറി. ഓക്കെ, നൗ ഐ ഹവ് ഗിവൺ കാറ്റഗറി ജനറൽ. ദ മൊമെന്റ് യു സെലക്ട് സംതിങ് എൽസ്, ഇപ്പോൾ EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ദേ ഹാവ് എ റിസർവേഷൻ. ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ പെടുന്നവര് റൈറ്റ് സാമ്പത്തിക സംവരണം എന്നാണ് അതിനെ പറയുന്നത്. സോ ഇഫ് യു ഡു ദാറ്റ് ദെൻ കണ്ടോ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ്, ഞാൻ പറഞ്ഞല്ലോ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് നമ്മൾ അവിടെ ഫിൽ ചെയ്യണം. ഏത് സ്റ്റേറ്റ് ആണ്, യൂണിയൻ ടെറിട്ടറി ആണ്, യു ക്യാൻ സെലക്ട് ദാറ്റ്. ദെൻ സീരിയൽ എൻട്രി നമ്പർ ഓഫ് ദി കാസ്റ്റ്. ഇപ്പൊ ഇവിടെ കാസ്റ്റ് എൻട്രി ചെയ്യാനുണ്ട്. ഈ സീരിയൽ എൻട്രി നമ്പർ കിട്ടുന്നത് അതിനൊരു ഡോക്യുമെന്റ് ഉണ്ട്, ആ ഡോക്യുമെന്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ കാസ്റ്റ് ആൻഡ് ട്രൈബ് നെയിം ജനറൽ ആണെങ്കിൽ അവിടെ പ്രീ ഫിൽഡ് ആണ്. ഓക്കെ, കാരണം ഇവിടെ വേറെ ഒന്നുമില്ല. കാസ്റ്റിന്റെ കേസിൽ EWS റിസർവേഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫോർ ജനറൽ കാറ്റഗറി പേഴ്സൺസ്, അല്ലെ, സാമ്പത്തിക സംവരണമാണ്. റൈറ്റ്, നൗ വാട്ട് എൽസ് ഡു വി ഹാവ് ഇസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പൊ അത് നോ ആണെങ്കിൽ, ഇനി അപ്പോ സപ്പോസ് ഇഫ് യു ആർ ഗിവിംഗ് യെസ്, ദെൻ യു ഹാവ് സം പാരാമീറ്റേഴ്സ് ടു ബി ഫിൽഡ്. മെഷറബിൾ ആണോ, യെസ് നോ. ദെൻ അതിനൊരു യുണീക്ക് ID നമ്പർ ഉണ്ടാവും, ആ നമ്പർ എൻ്റർ ചെയ്യുക. PWD കാറ്റഗറി സെലക്ട് ചെയ്യുക. റൈറ്റ്, ഏത് തരം ഡിസബിലിറ്റി ആണ് അത് സെലക്ട് ചെയ്യാം. ദെൻ വീൽ ചെയർ സപ്പോർട്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. യു ബി യൂസിങ് എ സ്ക്രൈബ്, ആർക്കും ഒരു സ്ക്രൈബിന് ആവശ്യമുണ്ട് ടെസ്റ്റ് എഴുതാൻ, അത്. ദെൻ വാക്സിനേഷൻ ഡേറ്റ്സ് അഗെയിൻ ഓപ്ഷനിലാണ്, ആസ്ട്രിക് ഇല്ല, സോ മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ഫിൽ ചെയ്താൽ മതി. Then other details what we have is if you change this, ഇപ്പോൾ OBC ആണ് കൊടുക്കുന്നത്, നോൺ ക്രീമി ലെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ദെൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് യൂണിയൻ ടെറിട്ടറി, ദെൻ സീരിയൽ എൻട്രി ഓഫ് ദി കാസ്റ്റ്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ ഗോ ടു അനദർ വെബ്സൈറ്റ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെലക്ടിന്റെയും സ്റ്റേറ്റ് കിട്ടും. ഇപ്പൊ കേരള എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഐ ക്യാൻ ആക്ച്വലി ഫൈൻഡ് ദ ലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ ഈ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും.
അതിന്റെ കറസ്പോണ്ടിങ് ആ ഒരു സീരിയൽ നമ്പർ കിട്ടാനായിട്ട്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ഇതാണെന്ന് തോന്നുന്നു. എൻട്രി നമ്പർ 1 ഐ നീഡ് ടു ചെക്ക്. ഓക്കെ, സോ വി ഗോ ടു അനദർ വെബ്സൈറ്റ് വേർ യു വിൽ ഹാവ് ദ ഡീറ്റെയിൽസ്. അപ്പൊ ആ ഒരു കാസ്റ്റിന്റെ സീരിയൽ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. Okay, so it's a cassette notification. Anyway, so I think those serial number will be available there. Okay, I'll just close it. Similarly, when you enter that, you will have something like this. Please upload scan copy of valid NCOBC, SCST, EW certificate. അപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ സർട്ടിഫിക്കറ്റ് എന്തെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഈ കാറ്റിന്റെ വെബ്സൈറ്റിൽ താഴെ പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇഫ് യു ചേഞ്ച് എവറിത്തിങ്, ഇപ്പൊ ഞാൻ ഇതൊന്നും റിസർവേഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ജനറൽ ആണെങ്കിൽ ദെൻ വെൻ യു ഗോ ഡൗൺ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ PWDയും കൂടി ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നോ. സോ ഇഫ് യു ഗീവ് ദാറ്റ് ദെൻ നത്തിങ് ഇസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അവിടെ അഡ്രസ്സ് ഫിൽ ചെയ്യാം, പിൻകോഡ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം, ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഓട്ടോമാറ്റിക്കലി അവിടെ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. എമർജൻസി മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്. സോ റിലേഷൻഷിപ്പ് വിത്ത് ദ കാൻഡിഡേറ്റ്, ആരാണ്, ഫാദർ ആണോ മദർ ആണോ ഹൂവർ ഇറ്റ് ഇസ്, ആ റിലേഷൻഷിപ്പ് എഴുതാം. അഗെയിൻ നോട്ട് മാൻഡേറ്ററി, നിർബന്ധമില്ല. പിൻകോഡ് നിർബന്ധമാണ്. സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി, ഡിസ്ട്രിക്ട്, ടൗൺ, സിറ്റി, ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. അഡ്രസ് ലൈൻ. ഓക്കെ, ദെൻ വി കം ടു ദ ഡോക്യുമെന്റ് പാർട്ട്. ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കേഷൻ കിട്ടും ഏതൊക്കെ ഫോർമാറ്റിൽ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ദ ഫോട്ടോഗ്രാഫ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 6 months ഓൾഡ്. 6 മാസത്തിൽ പഴയ ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ഫോട്ടോ പ്രിന്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വിത്ത് എ കണ്ടിന്യൂസ് ടോൺ ക്വാളിറ്റി. ഷുഡ് ഹാവ് എ വൈറ്റ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഫുൾ ഫേസ്, നെക്ക്, ഷോൾഡേഴ്സ്, ഫ്രണ്ട് വ്യൂ, ഐസ് ഓപ്പൺ. ഓക്കെ, ഡയമെൻഷൻ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1200 പിക്സൽ ഇൻറ്റു 1200 പിക്സൽ. മാക്സിമം ഫയൽ സൈസ് ഇസ് 1 MB. ഓൺലി JPEG, JPG ഫോർമാറ്റ്. ഓക്കെ, PNG ഫോർമാറ്റ് പറ്റില്ല, വേറെ ഫോർമാറ്റുകളൊന്നും പറ്റില്ല. ആൻഡ് ഈ ഒരു നമ്മള് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒരു ഫിസിക്കൽ കോപ്പിയും കൂടി കയ്യിൽ കരുതണം. കാരണം നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അഡ്മിറ്റ് കാർഡിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാനുണ്ട്. ആൻഡ് വെൻ യു ഗോ ഫോർ ദ ടെസ്റ്റ് വി നീഡ് ടു ഹാവ് ദാറ്റ് ഫിസിക്കൽ കോപ്പി ഓൾസോ. അപ്പൊ സെയിം ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാന്നല്ല, അതായത് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ നൗ സ്കാൻ ഇറ്റ് പ്രോപ്പർലി യൂസിങ് എ സ്കാനർ ഓൺലി എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇഫ് യുവർ ഫോൺ ഇസ് ഹാവിംഗ്, നമുക്കറിയാലോ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് നല്ല രീതിയിൽ സ്കാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്കാൻ ചെയ്യാം. പക്ഷെ അഗെയിൻ സൈസ് അവിടെ ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പൊ അത് റീസൈസ് ചെയ്യുക. ഈ പറയുന്ന ക്ലാരിറ്റിയിൽ, ഈ പറയുന്ന സൈസിൽ നമുക്കത് യൂസ് ചെയ്യണം. ഓക്കെ, പ്ലീസ് നോട്ട് യൂസ് മൊബൈൽ ഫോൺ ഓർ അതർ. ഓക്കെ, വി ക്യാൻ ലീവ് ദാറ്റ്, ദാറ്റ്സ് അപ് ടു യു. ദെൻ ലുക്ക് അറ്റ് ഹിയർ, ഇത് ഫോർമാറ്റുകൾ പറയുന്നുണ്ട് ഏതൊക്കെ ആക്സെപ്റ്റബിൾ ആണ്, ഏതൊക്കെ ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള കാര്യം. സോ ഇറ്റ് ഷുഡ് ബി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ദെൻ ഇംപ്രോപ്പർ ലൈറ്റിംഗ്, ഫേസ് കവേർഡ്, ഈ ഇഷ്യൂസ് ഒക്കെ. അതുപോലെ തന്നെ ഐസ് നോട്ട് വിസിബിൾ. സോ ഇഫ് യു ആർ യൂസിങ് സ്പെക്സ്, റിമൂവ് ദാറ്റ് ആൻഡ് ഗെറ്റ് എ ഫോട്ടോഗ്രാഫ്. ദെൻ സൈസ് ചെറുതാണെങ്കിൽ, അതായത് ടോട്ടൽ ആ ഒരു ഇമേജിന്റെ സൈസ് ചെറുതാണെങ്കിൽ, സോ ഗോ ത്രൂ ദാറ്റ് ക്രൈറ്റീരിയ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് അഗെയിൻ. ദെൻ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. വി ക്യാൻ വ്യൂ ദാറ്റ് ലേറ്റർ. സോ യു ക്യാൻ വ്യൂ ദാറ്റ് ഫോട്ടോഗ്രാഫ്. ദെൻ സ്കാൻ കോപ്പി ഓഫ് സിഗ്നേച്ചർ. Then you can give the save and next option. Okay, അപ്പൊ save and next option കൊടുത്താൽ നമുക്ക് അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്താൽ മാത്രമാണ്, മാൻഡേറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്താൽ മാത്രമാണ് ഓട്ടോമാറ്റിക്കലി അടുത്തേക്ക് പോവുള്ളൂ. സോ അത് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഡേറ്റ സേവ് സക്സസ്ഫുള്ളി വരും. ദെൻ യു ക്യാൻ എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് യുവർ അക്കാഡമിക്. അപ്പൊ ഇവിടെയാണ് പലർക്കും കുറെ ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ബോർഡ് ഇവിടെ സെലക്ട് ചെയ്യാം, ഏത് ബോർഡാണെന്നുള്ള കാര്യം. സോ കേരള. ദെൻ ദ ഇയർ ഓഫ് കംപ്ലീഷൻ, സോ March 2005. ഓക്കെ, സോ മാക്സിമം മാർക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ ചില കേസിൽ ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എലക്ടീവ്സ് ഉണ്ടാവാം. നമുക്ക് വേണ്ടത് ആ 10th സ്റ്റാൻഡേർഡിൽ മൊത്തമുള്ള സബ്ജക്റ്റിനാണ്. ഇപ്പൊ ചില സ്റ്റേറ്റ്സിലൊക്കെ ഓപ്ഷണൽ മാർക്സ് ആണ്, അടുത്ത എല്ലാ സബ്ജക്ട്സിന്റെയും മാർക്ക് വേണ്ട, ബെസ്റ്റ് ഓഫ് ദി 5 അങ്ങനെ എന്തോ പോളിസീസ് ഒക്കെ ഉണ്ട്. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോ ആ ബെസ്റ്റ് ഓഫ് ദി 5 ആയിരിക്കും ചിലപ്പോൾ 12th സ്റ്റാൻഡേർഡ് അഡ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ മാക്സിമം മാർക്ക് എല്ലാ ഓപ്ഷനിലും എല്ലാം എടുക്കണം. സോ ലുക്ക് അറ്റ് ഹിയർ, മാക്സിമം മാർക്ക് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ദി സബ്ജക്ട്സ്, ഇൻഡിക്കേറ്റ് ദ സമ്മേഷൻ ഓഫ് മാക്സിമം മാർക്ക് ഓഫ് ഓൾ ദി സബ്ജക്ട് ഇൻക്ലൂഡിംഗ് elective if any. For example, if there are 5 subjects with 100 marks assigned to each subject, candidate should populate the maximum mark inclusive of all the subject, place order as 500. അപ്പോൾ ഇവിടെ മാക്സിമം മാർക്ക് 500 കൊടുക്കണം. ഓക്കെ,
total mark obtained inclusive of all the subject indicate the summation of the actual mark obtained by the candidate in all the subject, including electives. Okay, if any. For example, if the candidate has obtained 557 mark by adding individual mark obtained in the 5 subject, then ആ ഒരു മാർക്കാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 600 മാർക്കാണ് ടോട്ടൽ മാക്സിമം മാർക്കെങ്കിൽ എനിക്ക് അതിനകത്ത് 580 കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റർ ദാറ്റ് ആൻഡ് യു ഹാവ് ടു പോപ്പുലേറ്റ് ദി പെർസെൻറ്റേജ് ഇയർ. ഇപ്പോൾ ഇഫ് യു ഡു ദാറ്റ് 580 by 600 ചെയ്യുമ്പോൾ എനിക്ക് 96.66 ആണ് കിട്ടുന്നത്. പക്ഷെ അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഗെറ്റ് എൻ ഓപ്ഷൻ ലൈക്ക് ദിസ്. കണ്ടോ, ഇൻ പ്ലീസ് എൻ്റർ കറക്റ്റ് പെർസെൻറ്റേജ്. അപ്പോൾ 96.67 ആയിട്ട് എൻ്റർ ചെയ്താൽ മാത്രമേ, അത് റൗണ്ട് ഓഫ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഗിവൺ ഹിയർ. എക്സാം ഇഫ് മാക്സിമം മാർക്ക് 600 ടോട്ടൽ മാർക്ക് ഒപ്റ്റൈൻ, കാരണം ഓട്ടോമാറ്റിക്കലി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ വൈ ദ പിന്നെയും അത് എന്തിനാണ് നമ്മുടെ അടുത്ത് മാനുവലി എൻ്റർ ചെയ്യാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ദേ ആർ കാൽക്കുലേറ്റിംഗ് ഇറ്റ്. അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, എനിവേ, അപ്പോ 166 ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ദിസ് നീഡ് ടു ബി റൗണ്ട് ഓഫ് ടു 70.17. അതായത് ഇഫ് ഇറ്റ് ഇസ് എബവ് 5, ഓക്കെ, റൗണ്ട് ഇറ്റ് ഓഫ് ടു ദ നെക്സ്റ്റ് നമ്പർ. അതുകൊണ്ടാണ് ഇവിടെ 96.66 വന്നപ്പോൾ ഞാനത് 67 ആയിട്ട് എൻ്റർ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ദെൻ ഇനി 69.33 ആണെങ്കിൽ ദെൻ അത് 0.5 കുറവാണല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ കമ്മിങ് ടു ദ 12th standard qualification, again you can select whatever the equivalent 12th standard ആണോ ഡിപ്ലോമ ആണോ. ബോർഡ് സെലക്ട് ചെയ്യുക, ഇയർ ഓഫ് കംപ്ലീഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ മന്ത് ഉണ്ടാവും, എന്തായാലും മന്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഇയറും. ഓക്കെ, ഏത് ഡിസിപ്ലിൻ ആണ്, ഇപ്പൊ സയൻസ്, ആർട്സ്, കൊമേഴ്സ് ആണ്, അത് സെലക്ട് ചെയ്യും. മാക്സിമം മാർക്ക്, ടോട്ടൽ മാർക്ക്, അഗ്രിഗേറ്റ് പെർസെന്റേജ്. അപ്പൊ ഇത് നമ്മൾ മാനുവലി കമ്പ്യൂട്ട് ചെയ്തിട്ട് വി ഹാവ് ടു എൻ്റർ ദാറ്റ് ആസ് വെൽ. അവിടെയും ഈ പറയുന്ന ചെക്കിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ 34 കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി അക്സെപ്റ്റഡ്. കണ്ടോ, അപ്പോ എത്രയായിരുന്നു ഞാൻ കൊടുത്തത്? 83.33 എന്തോ, റൈറ്റ്? നൗ ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ്. ഓക്കെ, ഇനി ബാച്ചുലർ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ലൈക്ക് ആർ യു ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ബാച്ചുലേഴ്സ് ഡിഗ്രി? ഓക്കെ, സോ ഗിവൺ നോ. ഹാവ് യു കംപ്ലീറ്റഡ് ബാച്ചുലേഴ്സ് ഡിഗ്രി? യെസ്. സോ ഐ നീഡ് ടു എൻ്റർ ദ ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ്? ടോട്ടൽ ഡ്യൂറേഷൻ, ടൈപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റേറ്റ്, പ്രൈവറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇല്ല. ബേസിക്കലി ഇഫ് യു ഗോ അതർ സ്റ്റേറ്റ്സ് ദേ ഹാവ് ലൈക്ക് SRM, BIT, അതൊക്കെയാണ് പ്രൈവറ്റ്. NITs, IIT സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അമൃത ആണെങ്കിൽ അത് ഇറ്റ്സ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ കാസർഗോഡ് നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളൂ, അത് കാസർഗോഡാണ്. സോ യു ക്യാൻ എൻ്റർ ദോസ് തിങ്സ്. ഏത് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, ദെൻ യൂണിവേഴ്സിറ്റിയുടെ പേര്, അതുപോലെ തന്നെ കോളേജിന്റെ പേര്, ഡിഗ്രി നെയിം. സോ വാട്ട് എവർ ഇറ്റ്സ് എ ഡിഗ്രി, സോ യു ഗെറ്റ് എൻ ഓപ്ഷൻ ലൈക്ക് ദിസ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഡിസിപ്ലിൻ, എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഗ്രാജുവേഷൻ സ്ട്രീം, എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാം, സിൻസ് ഐ എം എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ കമൻസ്മെന്റ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഗ്രാജുവേഷൻ ആ ഒരു ഡീറ്റെയിൽ വേണം, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് എൻഡ് ചെയ്തത്, കോഴ്സ് കംപ്ലീഷൻ. ദെൻ ഇവിടെ പെർസെന്റേജ് മാത്രം എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ചിലവർ ഡ്യുവൽ ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഡ്യുവൽ ഡിഗ്രി ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ഡീറ്റെയിൽസ്, മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെയും ബാച്ചുലർ. ഡ്യുവൽ ഡിഗ്രി ആണെങ്കിൽ സെപ്പറേറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും, ആ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ യെസ് കൊടുത്താൽ ഐ ഗെസ് ദോസ് വിൽ ബി പോപ്പുലേറ്റഡ്, റൈറ്റ്? അപ്പോൾ ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി എൻ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന്. കാരണം മാസ്റ്റേഴ്സ് വേണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി കണ്ടീഷൻ, നിങ്ങൾ ബാച്ചുലേഴ്സ് ആയിരുന്നാൽ മതി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ അത് കൊടുത്തിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി അവിടെ എൻ്റർ ചെയ്യാം. ഇനി കുറെ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ആണ് ലൈക്ക് ഇത്, അതായത് ഇഫ് യു ആർ ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ബാച്ചുലേഴ്സ് ഡിഗ്രി, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു? ഇപ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ, ഇപ്പോൾ എത്രയാണ് ഡ്യൂറേഷൻ? ഇപ്പോൾ 3 വർഷത്തെ ആണെങ്കിൽ സെലക്ട് ദാറ്റ്. 3 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിൽ അപ്പോൾ കറന്റ് സെമസ്റ്റർ നമ്മൾ 3ാമത്തെ വർഷത്തെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 5th സെമസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് അവിടെ സെലക്ട് ചെയ്യാം. ആൻഡ് മാർക്ക് അവോർഡഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റർ ദി അഗ്രിഗേറ്റ് മാർക്ക് ഒപ്റ്റെയിൻ അപ് ടു ലാസ്റ്റ് റിസീവ്ഡ് മാർക്ക് ഷീറ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര വരെയുള്ള മാർക്ക് ഷീറ്റ് ആണോ ഇരിക്കുന്നത്, ഇപ്പോൾ S3 വരെ ആണുള്ളതെങ്കിൽ S3 വരെയുള്ള മാർക്ക് പെർസെന്റേജ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്യാം. ആൻഡ് പെർസെന്റേജിൽ ഇപ്പോൾ ചിലർക്ക് CGPA ആയിരിക്കും. അപ്പൊ ആ CGPA കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ ആ CGPA എങ്ങനെയാണ് പെർസെന്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടാവും. സോ യൂസ് ദാറ്റ്, റൈറ്റ്? അത് ഇവിടെ എവിടെയോ പറയുന്നുണ്ടായിരുന്നു, ഇഫ് ഐ റിമെമ്പർ. ഇല്ല,
Yeah. In case of grade CGPA, the conversion to percentage of mark would be based on the procedure as certified by the respective board university institution. If any board university institution confirm that there is no scheme for converting CGPA into equivalent mark, then they have given something. The equivalence would be established by dividing the candidate CGPA by the maximum possible CGPA and multiplying the result with 100. That is, if you are getting set 6.2 CGPA out of say maximum CGPA 9 ആണെങ്കിൽ 6.2 divided by 9 into 100 ആയിരിക്കും. ഇനി മാക്സിമം CGPA 10 ആണെങ്കിൽ 6.2 ഡിവൈഡ് ബൈ 10 into 100 ആയിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് കം ബാക്ക് ടു ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള കൺഫ്യൂഷൻ തേർഡ് ഇയർ ആണ്, ഐ മീൻ 3 years ആണ് ടോട്ടൽ നിങ്ങളുടെ ഗ്രാജുവേഷന്റെ ടോട്ടൽ ഡ്യൂറേഷൻ. നിങ്ങൾ സപ്പോസ് ഇപ്പൊ നിങ്ങൾ S4 വിചാരിക്കുക. ഓക്കെ, അപ്പോൾ S4 ദാറ്റ് ഈസ് നോട്ട് യുവർ ഫൈനൽ ഇയർ, റൈറ്റ്? S4 3 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ സെമസ്റ്റർ 4 അപ്പോഴും സെക്കൻഡ് ഇയർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ യു ഹാവ് ടു സെൻഡ് എ മെയിൽ ടു ദ കാറ്റ് അതോറിറ്റി ആസ്കിംഗ് ഫർദർ വാട്ട് ടു ഡു. അത് ചിലപ്പോൾ കോവിഡ് കാരണം ചിലപ്പോൾ നിങ്ങൾ S5 കടക്കാതായിരിക്കും. അപ്പോൾ S4 എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ S5 കറന്റ് പഠിക്കുന്നെങ്കിൽ ദെൻ യു ആർ ഇൻ ദ ഫൈനൽ ഇയർ. പക്ഷെ സെമസ്റ്റർ 4 ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെമസ്റ്റർ 4 എക്സാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്റ്റിൽ ഇൻ ദി സെക്കൻഡ് ഇയർ. ഇനി is that because of കോവിഡിന്റെ കാരണം യൂണിവേഴ്സിറ്റി ലാഗിങ് വന്നതുകൊണ്ടാണെങ്കിൽ then you have to approach the CAT authorities by sending an email. ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു എന്താ പറയാ ഹെൽപ്പ് ഡെസ്കിലേക്ക് മെയിൽ അയക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് ആസം ആ റെസ്പോണ്ട് അനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫൈനൽ ഇയറിലായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ ഇയറിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ S5 നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതെങ്കിൽ S4 പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ദെൻ യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ കാറ്റ്. അതല്ല, നിങ്ങൾ ഇപ്പോഴും യു ആർ സപ്പോസ് ടു ബി ഇൻ ദ ഫൈനൽ ഇയർ, പക്ഷെ ഇപ്പോഴും സെമസ്റ്റർ 4 എക്സാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്റ്റിൽ ഇൻ ദാറ്റ്. അപ്പോൾ അപ്രോച്ച് ദ കാറ്റ് ഹെൽപ്പ് സെന്റർ ആൻഡ് ആസ്ക് ദം വാട്ട് ടു ഡു നെക്സ്റ്റ്. ഓക്കെ, അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമേ ഇത് എഴുതാൻ പെർമിഷൻ ഉള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. അതല്ല, നിങ്ങൾ S4 എക്സാമും കൊടുത്തിട്ടുണ്ട്, പക്ഷെ S3 വന്നിട്ടില്ല റിസൾട്ട്, S4 റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത്, ലൈക്ക് എൻറ്റർ ദി അഗ്രിഗേറ്റ് മാർക്ക് ഒബ്റ്റെയിൻ അപ് ടു ദ ലാസ്റ്റ് റിസീവ്ഡ് മാർക്ക് ഷീറ്റ്. ഓക്കെ, അത് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 50%. ഓക്കെ, കാരണം 50% വേണമെന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ്. ഓക്കെ, ആൻഡ് ഇയർ ഓഫ് കമൻസ്മെന്റ് ഞാനിപ്പോ ഫൈനൽ ഇയർ കൊടുത്തുകൊണ്ട് ഇയർ ഓഫ് കമൻസ്മെന്റ് അപ്പൊ അത് എൻട്രി ചെയ്യുക. പ്രോബബിൾ മന്ത് ഇയർ ഓഫ് കംപ്ലീഷൻ, അപ്പൊ പ്രോബബിൾ ഡേറ്റ് എൻറ്റർ ചെയ്താൽ മതി. അത് എല്ലാ എക്സ്റ്റെൻഡ് ആയാലും പ്രശ്നമില്ല. ഓക്കെ, സോ ഞാൻ എന്തായാലും ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഐ വിൽ സെലക്ട് ദാറ്റ്. ആർ യു കംപ്ലീറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി? യെസ്. ഓക്കെ, പിന്നെ ഞാനത് പ്രീഫിൽ ചെയ്യണം. സോ ടോട്ടൽ ഡ്യൂറേഷൻ 4 years, ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കേരള. ഓക്കെ, then university name, Cochin University, college, MODL, then select degrees name, BTech, Bachelor of Technology, select discipline, engineering, graduation, engineering, month, September 2007, month of completion, June 2011, mark 63. Okay, all right. അപ്പോൾ അത് കഴിഞ്ഞു. മോർ ദാൻ 1 bachelor's degree ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. സോ ഇഫ് യു ക്ലിക്ക് ദാറ്റ് യു ക്യാൻ എൻ്റർ ദോസ് തിങ്സ് ലൈക്ക് ആർ യു ദ അഗെയിൻ സെയിം ഡീറ്റെയിൽസ്. ദെൻ അതർ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ഐ ജസ്റ്റ് ലീവ് ഇറ്റ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഡേറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇനി വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക. എൻ്റർ യുവർ വർക്ക് എക്സ്പീരിയൻസ് ആസ് ഓൺ July 31st, 2023. അപ്പോൾ July 31st, 2023 വരെ നിങ്ങൾക്ക് എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുവരെ എൻ്റർ ചെയ്യാം. ആൻഡ് ഓൺലി ഫുൾ ടൈം എക്സ്പീരിയൻസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ മസ്റ്റ് ബി എൻ്റേർഡ്. അപ്പോൾ ഓൺലി ഫുൾ ടൈം എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫുൾ ടൈം എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കില്ല. ഈവൻ ആഫ്റ്റർ ഗ്രാജുവേഷൻ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദാറ്റ് ഓൾസോ വിൽ നോട്ട് ബി കൺസിഡർ ആസ് എ ഫുൾ ടൈം ജോബ്. ഓക്കെ, ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി ഡൂയിങ് എ ഫുൾ ടൈം ജോബ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ആഫ്റ്റർ ഗ്രാജുവേഷൻ. നിങ്ങൾ ഫൈനൽ ഇയറിൽ ജോലി തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
ആഫ്റ്റർ ഗ്രാജുവേഷൻ ഉള്ള വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, പാർട്ട് ടൈം പ്രോജക്ട് ഇന്റേൺഷിപ്പ് ആർട്ടിക്കൽഷിപ്പ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഷുഡ് നോട്ട് ബി entered and will not be considered as work experience. Please enter the exact date you started working in the industry and date you finally exited that particular industry. Moreover, please mention the number of days you temporarily exited the particular industry in the break in the experience below. അപ്പൊ ഇവിടെ പല ഇൻഡസ്ട്രീസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത് ആ സെക്ടറിലെ യുനോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, സ്റ്റാർട്ട് ഡേറ്റ് വേണം, എൻഡ് ഡേറ്റ് വേണം. ഇതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലാണ് ഈ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ യു ക്യാൻ എൻ്റർ ദാറ്റ്. ഇനി അതിനകത്ത് ടെമ്പറലി നിങ്ങൾ സബാറ്റിക്കൽ ലീവ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കിന് എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് നമ്പർ ഓഫ് ഡേയ്സ് ആയിട്ട് അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എക്സ്പീരിയൻസ് ഇൻ ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്ത് വരും. ഓക്കെ, സോ ഐ ഹാവ് ഗിവൺ information technology, like ഒരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക് 0. So they computed the number of days. Okay, and regarding the break, please enter any gap in work experience. If no break, please enter 0 and proceed. അപ്പൊ അത് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ കമ്പ്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി. ഇനി അടുത്തത് ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 99 പ്രോഗ്രാംസിന്റെ അടുത്ത് എന്താണ്ട്. സോ ഇപ്പോ അഹമ്മദാബാദിന്റെ കേസ് എടുത്താൽ അഹമ്മദാബാദിലുള്ള ഡിഫറെന്റ് പ്രോഗ്രാംസ്. അപ്പൊ ഞാനിപ്പോ ഇത് മാത്രമേ സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ഓൾ കൊടുത്താൽ മതി. റൈറ്റ്, സോ യു ക്യാൻ അതർവൈസ് യു ക്യാൻ സെലക്ട് ദി കോഴ്സസ്. പക്ഷെ ഇതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും കോൾ വരുമൊന്നുമില്ല. ഓൺലി ഇഫ് യു മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ ഓരോ കോഴ്സിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഓരോ IIMSന്റെയും വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യം. സോ അതനുസരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോളൊന്നും വരില്ല. ഓൺലി ഇഫ് യു മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പൊ പല പല ഓഫേഴ്സ് ഉണ്ട് ഇവിടെ. ലൈക്ക് ഇപ്പോൾ ചിലതൊക്കെ എക്സിക്യൂട്ടീവ് MBA ആണ്. അപ്പൊ എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇഫ് യു ഓൺലി മീറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ദെൻ യു വിൽ ബി കോൾഡ് ഫോർ ദി ഇന്റർവ്യൂ പ്രോസസ്. ഇനി നമ്മൾ ഓരോ പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോഴും വി ഹാവ് എൻ ഓപ്ഷൻ ടു സെലക്ട് ദി ഇന്റർവ്യൂ സിറ്റി പ്രിഫറൻസ്. 2 പ്രിഫറൻസ് കൊടുക്കാം. അപ്പൊ അത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് വരും ഏതൊക്കെ സിറ്റീസ്. ഓരോ പ്രോഗ്രാമിനും പല പല സിറ്റീസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അമൃത്സറിലെ ആയിരിക്കില്ല അഹമ്മദാബാദിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ഓൺ ആയിട്ട് ചില സിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഏതൊക്കെ പ്രോഗ്രാംസ് വേണം, ഏതൊക്കെ IIMSലാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ദെൻ യു ക്യാൻ ഗീവ് ദ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ദെൻ യു ഗോ ടു ദി ടെസ്റ്റ് സിറ്റി. അപ്പൊ 6 ടെസ്റ്റ് സിറ്റി വരെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ കേരളത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തില് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, എനിക്കൊന്ന് നമ്പർ ഓഫ് സിറ്റീസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. അപ്പോൾ വാട്ട് എവർ യു പ്രിഫർ യു സെലക്ട് ദോസ്. അപ് ടു 6 പോസിബിലിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അത് സെലക്ട് ചെയ്തതിന് ശേഷം സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ യു. എറണാകുളം, then കോഴിക്കോട്, പാലക്കാട് റാൻഡംലി ഞാൻ സെലക്ട് ചെയ്യാം. കണ്ണൂർ. സി ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ അടുത്ത് കിടക്കുന്ന, അതിൽ നിങ്ങൾക്ക് പോയോ ലൈക്ക് ഇപ്പൊ ചില പ്ലേസസ് കുറച്ച് സിറ്റി ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് ഉള്ളിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഏത് വേണമെങ്കിലും കിട്ടാം. ഓക്കെ, ബട്ട് മോസ്റ്റ് പ്രിഫറബിളി ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ചോയ്സ് അവർ അലോക്കേറ്റ് ചെയ്യാറുണ്ട്. സോ കോട്ടയം. ഓക്കെ, ഐ എം ജസ്റ്റ് ഗിവൺ റാൻഡംലി 6 സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് പേജിലേക്ക് വന്നു. 2400 rupees ആണ്. സോ യു ക്യാൻ പേ, സെലക്ട് ദ പേയ്മെന്റ് മോഡ് ആൻഡ് ദർ വിൽ ബി പേയ്മെന്റ് ഗേറ്റ്വേ ചാർജസ്. സെലക്ട് ചെയ്യുക ഡിക്ലറേഷൻ and then you enter the captcha. So RNVU 2V3. Okay, so I have previewed the application form by clicking on the preview application button. Confirm that all the data reflecting the preview are correct. So a preview option under, so you can give that. Adu kodutema you'll get these things. So namukku preview cheyam ella details. So okay kodukam. Then you can submit. ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല because I have not entered it everything correctly. I'll do that later. And you can give the payment. Okay, so this is the entire process. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിനകത്തുണ്ടെങ്കിൽ please let me know. You can put in the chat box. We'll try to answer the query if I know that. Okay, അറിയാമെങ്കിൽ we'll try to reply.
Any other questions? Okay, if there is no other question, then we'll stop the session. Okay, and I hope you might be aware of the entry CAT gold batches. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ if you're planning to take CAT seriously or any other management exam which is going to happen this year, and if you are seriously preparing for next year MBA, then you should definitely take up the entry CAT gold course. കാരണം it is one such course where you get all the flexibility and you get the benefit of an offline course. നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ യു വിൽ ഗെറ്റ് ത്രൂ ദി എൻട്രി ആപ്പ്. ആൻഡ് എൻട്രി ആപ്പിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Along with that, you will get live classes by expert faculty and mentorship assistance throughout the course. Also, you'll be having access to the recorded lectures, which you can watch at any time of your convenience. Live classes recorded ആയിരിക്കും. Live classes in the tutor notes അതുപോലെ തന്നെ class notes separate ആയിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് provide ചെയ്യും. Along with that, you will be having real-time doubt clarification. That means the moment you have a doubt, you can reach your mentor and clarify your doubt through any concerned faculties. Okay, then you will be also having high quality study materials. Okay, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PDF-ഉം നോട്ട്സും ക്ലാസ് നോട്ട്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. Along with that, you will be having access to mock exams, which is like real exam level mock exams. And you will also be having sessions on exam strategies and tips, which are very important in clearing a competitive examinations. So don't wait. Right now, please call in this number. Join immediately if you are seriously preparing for CAT 2023. Okay. Any more queries, please let it know in the chat box. We'll be happy to help. For where questions on the link, we'll stop it right now. Thank you.